അങ്ങനെ 8 വർഷത്തിന് ശേഷം മലയാളം ഇൻഡസ്ട്രി തന്നെ തകർന്നടിച്ച ആ പീഡനത്തിന്റെ വിധി പ്രസ്താവിച്ച് കോടതി. വിധി പറഞ്ഞതും ഒരു ലേഡി ജഡ്ജ് തന്നെയാണ്. അതിജീവിതയ്ക്ക് വേണ്ടി വക്കാലത്തെടുത്തത് ഒരു ലേഡി നീതിയുക്തമായി നിൽക്കുന്ന അഡ്വക്കേറ്റ് മിനി അഭിഭാഷക. അപ്പോൾ നമ്മൾ ഈ സ്ത്രീകൾക്ക് വേണ്ടി പക്ഷെ നമ്മൾ തളരരുത്. കാരണം നമുക്ക് ഇതിന് മേലെയും നമുക്ക് കേസുകൾ ഫൈറ്റ് ചെയ്യാം, വിധി വാങ്ങിച്ചെടുക്കണം. ഇപ്പോൾ കോടതി ദിലീപ് ഒരു കുറ്റവിമുക്തനാണെന്ന് പറയുമ്പോഴും പലരുടെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റും കമന്റ്സും, അതായത് സെലിബ്രിറ്റീസിന്റെ അണിയറ പ്രവർത്തകരെ പോലും നമ്മൾ പോസ്റ്റുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കോടതിയുടെ വിധി തെറ്റായിട്ടുള്ളതാണെന്നാണ് പല പോസ്റ്റുകളും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല, കോടതി നീതി നിഷേധിച്ചിരിക്കുന്നു എന്നാണ് പലരുടെ, അത് പല മെജോറിറ്റി ആൾക്കാരുണ്ട്, പല പാർട്ടായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. അതായത് ഈ വിഷയം ആദ്യകാലത്ത് തുടങ്ങുമ്പോഴും അമ്മ അസോസിയേഷൻ, ഈ ഫിലിം ഇൻഡസ്ട്രിയിലെ മലയാളത്തിൻ്റെ ഇൻഡസ്ട്രിയിലെ അസോസിയേഷനിലെ 2 പാർട്ടായിട്ട് തിരിഞ്ഞു. ഒരാൾ അതിജീവിതയുടെ പാർട്ടും ഒരാൾ ദിലീപിൻ്റെ പാർട്ടായിട്ട് തിരിഞ്ഞ ഒരു കാലമായിരുന്നു അന്ന്. അതോടെയാണ് അമ്മ എന്നുള്ള ഒരു അസോസിയേഷനിൽ വലിയൊരു പ്രശ്നങ്ങളായിരുന്നു. അതായത് ഈ പീഡന കേസ്, ഈ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ തൊട്ടാണ് അത് പൂട്ടിപ്പോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ കണ്ടതിൽ പലരുടെ അഭിപ്രായം, പലരും പല അഭിപ്രായങ്ങളുള്ളതാണ്, സ്വന്തം ഒപ്പീനിയനാണ്. അപ്പോൾ ദിലീപിൻ്റെ കൂടെയാണ് പലരും ഇപ്പോഴും നിൽക്കുന്നത്, പലരും നിൽക്കുന്നത് അതിജീവിതയുടെ കൂടെയാണ്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് എൻ്റെ ഒപ്പീനിയൻ എന്തായാലും നിയമ വഴിയാണ്, കോടതി നിയമ വഴി കൊണ്ടുവന്നിരിക്കുന്ന വിധിയിലാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. അല്ലാണ്ട് നമുക്ക് ഒരിക്കലും കോടതിയുടെ നിയമത്തെയോ കോടതി വിധിയെക്കുറിച്ചോ നമ്മൾ വ്യാഖ്യാനിക്കുകയോ തെറ്റിദ്ധരിച്ച് സംസാരിക്കാൻ നമ്മൾ ആരുമല്ല. അതൊരിക്കലും അങ്ങനെ പറയുകയും ചെയ്യരുത്, അല്ലേ? അത് നിയമ വഴി കൂടെ സഞ്ചരിക്കുന്ന ഒരു സംവിധാനമാണ് കോടതി. അപ്പം അതിനെ തെറ്റിദ്ധരിപ്പിച്ച് അതിനെ തെറ്റായ മീനിങ് കൊടുത്ത് നമ്മൾ ഒരിക്കലും സംസാരിക്കരുതെന്ന് തന്നെയാണ് എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത്. അപ്പോൾ ദിലീപ് കോടതി വരാന്ത കഴിഞ്ഞ് മീഡിയകളോട് സംസാരിക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. സർവശക്തനായ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയണു. സത്യം ജയിച്ചു. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഈ കേസില് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് കോടതിയില് ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. ഈ കേസില് യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തില് എന്റെ കരിയർ, എന്റെ ഇമേജ്, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ 9 വർഷം പറഞ്ഞല്ല കേട്ടാ, ഞാനൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞോട്ടെ. ഇന്ന് എനിക്ക് എന്റെ കൂടെ നിന്ന എല്ലാ കുടുംബാംഗങ്ങളോടും, എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും, അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ ഈ 9 വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫെൻഡ് ചെയ്ത എന്റെ പ്രിയപ്പെട്ട ലോയേഴ്സ്, അതില് നിങ്ങൾക്ക് എല്ലാവർക്കും രാമപിള്ള സാർ, അദ്ദേഹത്തിന് ഞാൻ എന്റെ ജീവിതം കടപ്പാട് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സുജേഷ് മേനോൻ, പിന്നെ എന്റെ കോളേജ് മേറ്റ്, എന്റെ സീനിയർ ആയിരുന്ന ഫിലിപ്പ് ടി വർഗീസ്, അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ് ശുഭ, നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ്,
അതുപോലെ സുപ്രീം കോടതിയിലെ മൂൾ റോത്തഗി സാർ, രഞ്ജിത റോത്തഗി, പ്രഗ്യ മാം, വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ് എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ 9 വർഷക്കാലത്തോളം ജീവിപ്പിച്ച, എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പേരെടുത്ത് പറഞ്ഞ തീരില്ല. അവര് വിവിധ മേഖലയിലുള്ള ആളുകളാണ്. അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് എല്ലാവരോടും. എന്താണേലും നമ്മൾ കോടതി മാനിച്ചുകൊണ്ട് ദിലീപ് കുറ്റവിമുക്തൻ തന്നെയാണ്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാലമായിട്ട്, അതായത് 9 വർഷം എന്ന് പറയുന്നത്, 9 വർഷം എന്ന് പറഞ്ഞാൽ എന്തൊരു ഭയങ്കര ലോങ് ഡ്യൂറേഷനാണ്. ഇത്രയും കാലമൊക്കെ ഒരു കേസൊക്കെ നടന്നു പോകണമെങ്കിലുള്ള എന്തുവാ അല്ലേ. അതായത് ഒരു വയസ്സുള്ളൊരു പയ്യന് ഈ വിധി ഇപ്പം വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു 10 വയസ്സായി കാണും. എന്തുവാ അല്ലേ, വർഷത്തിനൊരു വിലയില്ലേടേ. എന്താണേലും എത്രയും പെട്ടെന്ന് ഇങ്ങനത്തെ ഒക്കെ വിധിയൊക്കെ പ്രഖ്യാപിക്കണ്ടേ. കോടതി ഇച്ചിരി കൂടിയും പ്രൊസീജിയർ ഫാസ്റ്റ് ആക്കണം അല്ലേ. അല്ലെങ്കിൽ ഇത്രയും ലോങ് ഡ്യൂറേഷനൊക്കെ ഇങ്ങനെയൊക്കെ എൻ്റെ പുറകെ നടക്കാമോ. എന്തായാലും ദിലീപിൻ്റെ ജീവിതം പകുതി മുക്കാലും കോഞ്ഞാട്ടയായി പോയെന്ന് തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ. പുള്ളി ഇപ്പം തെറ്റ് വിമുക്തനാണെന്ന് പറയുമ്പോൾ, തെറ്റുകാരനല്ലെന്ന് പറയുമ്പോൾ 9 വർഷം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ നല്ലൊരു ലൈഫ് ടൈം ആയിരുന്നു. അത് നല്ലവണ്ണം നശിച്ചു പോയിട്ടുണ്ട്. പിന്നെ പുള്ളിക്ക് അതുപോലെ നല്ല പീക്ക് ടൈം നിൽക്കുമ്പോഴാണ് പുള്ളിക്ക് രാമൻലീലയോ അങ്ങനത്തെ നല്ല പടങ്ങൾ പുള്ളി അഭിനയിക്കുന്ന സമയത്താണ് ഈ വിഷയം വന്നത്. അത് കഴിഞ്ഞിട്ട് ഇത്രയും കാലത്തിൽ പുള്ളി ചെയ്തിരിക്കുന്ന പടത്തിൽ അധികം ഹിറ്റായിട്ടും ഇല്ല. അതുമല്ല, കുടുംബ പ്രേക്ഷകരൊക്കെ വല്ലാണ്ട് കുറഞ്ഞു പോയി ഈ വിഷയം വന്നു കഴിഞ്ഞ ശേഷം. ഇനിയിപ്പോൾ പുള്ളി തെറ്റുകാരനല്ലെന്ന് വന്നപ്പോൾ ശേഷം ഇനിയിപ്പം തിരികെ വരണം ആൾക്കാരൊക്കെ. പക്ഷേ ആ കാലം, ആ ഒരു സ്റ്റൈല് മാറിപ്പോയി. ആ ഒരു ലൈഫ് സ്റ്റൈൽ എല്ലാവരുടെയും മാറിപ്പോയി. ഈ ദിലീപിൻ്റെ വേ ഓഫ് സിനിമകളൊന്നും ഇനി എറിക്കണമെന്നുമില്ല അല്ലേ. ഈ 9 വർഷം കഴിഞ്ഞ് ഇനിയിപ്പം പുള്ളി പഴയ ഒരു സ്റ്റൈലല്ല, അതൊക്കെ മാറി. കുറേ ഇപ്പോൾ ഇച്ചിരി വയലൻസ് ഒക്കെ ഉള്ള പടങ്ങളെയൊക്കെ ആൾക്കാർക്ക് താല്പര്യമുള്ളൂ. അപ്പം അതിലോട്ടൊക്കെ എക്സ്പീരിയൻസ് ദിലീപിന് അത്രയും ഇല്ല. അപ്പം ദിലീപ് ഇനി അത് പഠിച്ച് തുടങ്ങണം. ഇനിയിപ്പം സിനിമയിലോട്ട് നല്ലവണ്ണം കുതിച്ച് കയറണമെങ്കിൽ പുള്ളി ഇനി കുറേ കഷ്ടപ്പെടണം എന്നുണ്ട്. ഈ 9 വർഷം പുള്ളിയുടെ പോയത് ഭയങ്കര തീരാത്ത ഒരു നഷ്ടം തന്നെയാണ് പുള്ളിക്ക്. കൂടാതെ അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മളിപ്പോഴും സംശയത്തോടെയാണ് നിൽക്കുന്നത് അല്ലേ. അതിജീവിത ആഗ്രഹിച്ച നീതി കിട്ടിയിട്ടില്ല. ഇപ്പോൾ 6 പേര് ഉണ്ട്. അവർക്ക് എന്ത് ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം. പക്ഷേ ഇനി അതിലും എന്തെങ്കിലും അഴിച്ചുപണി നടക്കുമോ എന്നുള്ളതാണ് നമുക്കിപ്പം മനസ്സിലാകാത്തത്. എന്നാലും ദിലീപ് ഇതിൽ നിന്ന് നല്ലവണ്ണം ഊരിയെന്ന് എനിക്ക് തോന്നുന്നത്. രക്ഷപ്പെട്ടു. കാരണം കോടതിയുടെ വിധിയാണ്. കോടതി ആരുടെ ഭാഗത്താണ് തെറ്റില്ലാത്തത് ആരാണ്, അതൊക്കെ നിയമപരമായിട്ട് കോടതി കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പോൾ ദിലീപ് ഇനി ഒരിക്കലും ഒരു തെറ്റുകാരനായിരിക്കുകയില്ല, ഒരു വേട്ടക്കാരനായിരിക്കുകയില്ല. അതിജീവിതയ്ക്കിനിയും വിധി എന്ന് വെച്ചാൽ അതിജീവിതയ്ക്കിനിയും നീതി കിട്ടണം. അത് ശക്തമായിട്ട് തന്നെ അതിന് പോരാടിയവർക്കൊക്കെ ബിഗ് സല്യൂട്ട്. അത് കിട്ടും. അത് 101% കൺഫേം ആണ്. പാർവതിയും അതുപോലെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള കുറേ പേര് ഇതിനു വേണ്ടി, അതിജീവിതയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണേലും അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കും. അതിൻ്റെ വിശ്വാസമുണ്ട് എനിക്ക്. കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതുമല്ല, കോടതി ശരി വിജയിക്കണം. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ശരി വിജയിക്കണം. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. അതൊരിക്കലും പൈസ കൊണ്ടൊന്നും അത് മറയരുത് എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. പൈസ കൊണ്ട് ഒരിക്കലും കോടതി പൈസയുടെ മുകളിൽ പറക്കും എന്നുള്ള കുറേ പോസ്റ്റുകളൊക്കെ കാണുന്നുണ്ട്. എന്താണേലും അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. എന്തിനേലും കുറിച്ച് കേരളമല്ലേ ഗൈസ്. സീ യു സൂൺ. ബൈ.